ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഗോപികൃഷ്ണ. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് നമ്മൾ കുറേ നാളായി നമ്മൾ ടെക് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒരു അൺബോക്സിംഗ് ഒക്കെ ഇട്ടിട്ട് ലോക്ക്ഡൗൺ ആയിരുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ സ്പോൺസേർഡ് ഷോപ്പായ ഓക്സിജനിലൊന്നും പോകാൻ പറ്റത്തില്ല, നമുക്ക് സർവീസ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ ഓക്സിജൻ ഷോപ്പ് ഓപ്പൺ ആണ്, പക്ഷേ നമുക്ക് ട്രാവലിംഗ് ഒന്നും പറ്റത്തില്ല, ട്രാൻസ്പോർട്ടേഷൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുറേ നാൾ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു. അപ്പോൾ അമ്മയുടെ ചോദ്യം എന്ന് പറയുന്നത് 15,000 രൂപയ്ക്ക് താഴെയുള്ള നല്ല ബഡ്ജറ്റ്, നല്ല സ്പെക്കൊക്കെയുള്ള നല്ല സ്മാർട്ട് ഫോൺ ഏതാണെന്നായിരുന്നു. നമ്മുടെ മുമ്പിൽ ഒത്തിരി ബ്രാൻഡ് ഉണ്ടായിരുന്നു, സാംസങ്, റെഡ്മി, റിയൽമി, അങ്ങനെ ഒത്തിരി അധികം ബ്രാൻഡ്സ്, ഒപ്പോ, വിവോ ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ സ്പെക്കും ഏറ്റവും കൂടുതൽ സ്പെസിഫിക്കേഷൻസും നല്ല ഫീച്ചേഴ്സും നല്ല ക്വാളിറ്റിയുമുള്ള കുറച്ച് സ്മാർട്ട് ഫോൺ ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി 6 എന്ന ഫോൺ. ഈ റിയൽമി 6 എന്ന് പറയുന്നത് റിയൽമിയുടെ തന്നെ ഒരു എന്താ പറയുക, ഒരു നക്ഷത്രം എന്നൊക്കെ റിയൽമി തന്നെ സൂചിപ്പിക്കുന്ന ഒരു ഫോണാണ്. കാരണം ഏറ്റവും കൂടുതൽ സെയിൽ ഈ ലോക്ക്ഡൗൺ സമയത്തായാലും ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന റിയൽമിയുടെ ഒരു ബെസ്റ്റ് ഫോണാണ് റിയൽമിയുടെ 6 എന്ന് പറയുന്നത്. റിയൽമിയുടെ 6 സീരീസിൽ 2 ഫോണാണ് റിയൽമി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് റിയൽമിയുടെ 6ഉം മറ്റൊന്ന് റിയൽമിയുടെ 6 പ്രോയും എന്ന ഫോണാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് റിയൽമി 6 ആണ്. റിയൽമി 6 പ്രോ വരുമ്പോൾ 15Kയുടെ മണ്ടയ്ക്ക് പോകും, 15,000 രൂപയുടെ മണ്ടയ്ക്ക് പോകും. അപ്പോൾ റിയൽമി 6ൻ്റെ അൺബോക്സിങ്ങും അതോടൊപ്പം ഒരു ഫസ്റ്റ് ഇംപ്രഷനുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം കളയാതെ ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമി 6 എന്ന ഒരു കിടുക്കൻ ഫോൺ. നമ്മുടെ റിയൽമിയുടെ നമ്പർ 1 ക്വാളിറ്റി ബ്രാൻഡ് എന്നൊക്കെയുള്ള ബ്രാൻഡിങ്ങും റിയൽമിയുടെ ബ്രാൻഡിങ് സൈഡിൽ അങ്ങനെയൊക്കെയുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ 4 പ്രധാനപ്പെട്ട സ്പെക്ക് എഴുതിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ സെൽഫിയാണ്, അതായത് ഇതിൻ്റെ പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലാണ് സെൽഫി വരുന്നത്. അതും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള കിടുക്കനൊരു ഡിസ്പ്ലേ ആണ് നമ്മൾ റിയൽമി 6ൽ നമുക്ക് ലഭിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് 30 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്, അത് ഫ്ലാഷ് ചാർജാണ്. 4300 mAhൻ്റെ പവർഫുൾ ബാറ്ററിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൈലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാമറ സെറ്റപ്പാണ്, വിത്ത് അൾട്രാ വൈഡ് ആംഗിൾ സെറ്റപ്പാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊസസ്സർ വൈസ് വരികയാണെങ്കിൽ ഹീലിയോ G90T എന്ന കിടുക്കൻ ഒരു പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസും ഈ ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച പ്രൊസസ്സറും ഒക്കെ ആയിട്ടാണ് റിയൽമി 6 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാര്യം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുകയാണ്. വലിയ ഫോർമാലിറ്റിയും കാര്യങ്ങളൊന്നും നമ്മൾ നൈസായിട്ട് അങ്ങ് അൺബോക്സ് ചെയ്യാണ്. അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഹേ, വെൽക്കം ടു റിയൽമി ഫാമിലി. സാധാരണ റിയൽമി ഫോണിനകത്തൊക്കെ വരുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ചാനലിലെ ആദ്യത്തെ റിയൽമി ഫോൺ അൺബോക്സിംഗ് ആണ് കേട്ടോ. കണ്ണിത്തിരുമ്പ ഇവിടെ കുറച്ച് കാര്യങ്ങൾ, എനിക്കൊന്ന് കേസും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അത് തന്നെയാണ്. നമുക്ക് ട്രാൻസ്പെയറൻറ്റ് കേസും പിന്നെ കുറച്ച് പേപ്പർ വർക്കുകളൊക്കെയാണ് കിട്ടുന്നത്. റിയൽമിയുടെ കുറച്ച് ക്വിക്ക് ഗൈഡ് ചാർട്ടും അതുപോലത്തെ സംഭവങ്ങളും പേപ്പർ വർക്കും. അത് കഴിഞ്ഞ് നല്ലൊരു ട്രാൻസ്പെയറൻറ്റ് ഫ്ലെക്സിബിൾ കവറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് ഒരു നോർമൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഡിവൈസ് തന്നെയാണ്. ഡിവൈസിലോട്ട് പിന്നെ വരാം കേട്ടോ. നമുക്ക് അതിനും പാക്കറ്റിലായിട്ട് എന്തൊക്കെയോ നോക്കാം. നമ്മുടെ ഫോണിൽ നമുക്ക് ഹെഡ്സെറ്റ് ലഭിക്കുന്നില്ല, അതൊരു പോരായ്മയായിട്ട് കണക്ക് കൂട്ടണ്ട. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലും അല്ലെങ്കിലും ഒരു 15 രൂപയ്ക്ക് താഴെ 15,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണിനകത്തൊന്നും ഹെഡ്സെറ്റ് പൊതുവേ വരാറില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് 30 വാട്ട് ഫാസ്റ്റ് ചാർജർ, ഫ്ലാഷ് ചാർജറാണ്. ഭയങ്കര കട്ടിയുള്ള നല്ലൊരു ബ്രിക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ടൈപ്പ് സി ആണ്. നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. ടൈപ്പ് സി കേബിൾ തന്നെയാണ് കേട്ടോ, ടൈപ്പ് സി കേട്ടോ. അപ്പോൾ ടൈപ്പ് സി കേബിളും അത്യാവശ്യം നല്ലൊരു ബ്രിക്കുമാണ് നമുക്ക് ഇതിനോട് ലഭിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ താരത്തിലേക്ക് വരാം. നമ്മുടെ താരം ജസ്റ്റ് ഒന്ന് സ്ട്രാപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. പൊളി നല്ല കിടുക്കൻ, നല്ല ഇതിന് പറയുന്ന ഒരു പേരുണ്ട്, കോമറ്റ് ബ്ലൂ എന്നാണ് ഇതിന് പറയുന്ന പേരെന്ന് പറയുന്നത്. നല്ല കിടുക്കൻ ലുക്കാണ്, നല്ല ഗ്ലേസിംഗ് ആണ്, നല്ല തിളക്കമാണ്, പ്ലാസ്റ്റിക് ബിൽഡിനാണ്. വലിയ ക്വാളിറ്റി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ പ്രൈസിന്, ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഈ പ്രൈസിന് ബെറ്റർ ഒരു രക്ഷയിലെ സാധനമാണ്. നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ, നല്ല ഫിനിഷിംഗ് ഒന്ന് കാണാൻ പറ്റുള്ളൂ. നല്ല കിടുക്കൻ ഇതാണ്, ഒരു രക്ഷയില്ല. കണ്ട, സൂപ്പർ. ഇതിൻ്റെ നമുക്കിനിയും ഇതിൻ്റെ ഓവറോൾ സംഭവങ്ങളും സ്പെക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ഔട്ട് സൈഡിലുള്ള ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പവർ ബട്ടൺ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത്. അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം റോക്കേഴ്സും അതുപോലെ സിം ട്രേയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് സിം ട്രേ ലഭിക്കുന്നുണ്ട്. നമുക്കതിട്ട് നമുക്ക് സിം ഇജക്ട് ചെയ്ത് നോക്കാം. നമുക്ക് സിമ്മിൻ്റെ ട്രേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സിം ട്രേ ഒന്ന് ഇജക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെയെന്ന്.
ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഡ്യുവൽ സിമ്മും അതുപോലെ ഒരു മെമ്മറി കാർഡും ഇടാവുന്ന ഒറ്റ ടൈമിൽ ഇത്രയും 2 സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാവുന്ന ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നമുക്ക് റിയൽമി 6 ലഭിക്കുന്നത്. അതൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം ഈ ഒരു സ്പെക്കിൽ മറ്റുള്ള ബ്രാൻഡൊന്നും നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന പുതിയ സ്മാർട്ട് ഫോണിലെല്ലാം അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറയിലോട്ട് തന്നെ വരാം. ക്യാമറ നോക്കുകയാണെങ്കിൽ നല്ലൊരു കോഡ് ക്യാം സെറ്റപ്പാണ്. നമ്മൾ ഹൊറിസോണ്ടലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന നല്ലൊരു കിടുക്കൻ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. കൂടെ ഒരു ഫ്ലാഷും. പിന്നെ നമുക്ക് വരികയാണെങ്കിൽ റിയർ സൈഡിൽ താഴെയായിട്ട് ബോട്ടമിലായിട്ട് നമുക്ക് C ടൈപ്പ് ചാർജറും അതുപോലെ ഒരു സ്പീക്കർ ഗ്രില്ലും അതുപോലെ ഒരു മൈക്രോഫോണും 3.5mm ഓഡിയോ ജാക്കും നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ലെൻസും അതുപോലെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും അതുപോലെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും അതുപോലെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് നമുക്ക് നമ്മുടെ ഫോണിൽ ലഭിക്കുന്നത്. കൂടെ നല്ലൊരു LED ഫ്ലാഷും ലഭിക്കുന്നു. സെൽഫി ഭാഗത്തായിട്ട് നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ടുള്ള 16 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, നമുക്കിനി നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളതിന് പവർ ബട്ടൺ, ഞാൻ നേരത്തെ പറഞ്ഞ പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ വരുന്നത്. നമ്മൾ ഇച്ചിരി ലോങ് പ്രസ് ചെയ്താൽ മാത്രമേ അത് ഓൺ ആവുകയുള്ളൂ. ഇപ്പോൾ പുതിയ ഫോണെല്ലാം അങ്ങനെയാണ്. റിയൽമി പവേർഡ് ബൈ ആൻഡ്രോയിഡ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഫോൺ വരുന്നത് ആൻഡ്രോയിഡ് 10 തന്നെയാണ്. ആൻഡ്രോയിഡ് 5 വെർഷൻ കഴിഞ്ഞിട്ടാണ് ഈ റിയൽമി വരുന്നത്. റിയൽമി ആണെങ്കിൽ കിടുക്കൻ യെല്ലോയിഷ് കളർ ബ്രാൻഡിങ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. 6.5 ഇഞ്ചസ് ആണ് ഈ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. 1080x2400 പിക്സൽസ് ആണ് ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ. നമുക്ക് 90 ഹെർട്സ് ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ ഫോണിൽ ലഭിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ കിട്ടാവുന്നത് വെച്ച് ബെസ്റ്റ് എവർ ഹെർട്സ് ഡിസ്പ്ലേ ആണ്. റിഫ്രഷ് റേറ്റോട് കൂടിയാണ് നമ്മുടെ റിയൽമി 6 നമ്മുടെ കൈകളിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫുൾ HD AMOLED ഒന്നുമല്ല, IPS LCD ഡിസ്പ്ലേ ആണ് നമ്മുടെ റിയൽമി 6ൽ നമുക്ക് ലഭിക്കുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ വരുന്നത് ഒരു പഞ്ച് ഹോളായിട്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പ് പോലെയാണ് നമ്മൾ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ക്യാമറ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയ ഒരേ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് IPS LCD ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ ഇത്രയും പ്രൈസിൽ ഇത്രയും നല്ല സ്പെക്കൊക്കെ തരുമ്പോൾ ഇതൊരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കേണ്ട ഒരു ആവശ്യം ഞാൻ കാണുന്നില്ല. ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് വെർഷൻ 3 ആണ് നമുക്കിനകത്ത് ലഭിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 90-5% ആണ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTek Helio G90T എന്ന മികച്ച ചിപ്സെറ്റാണ്. ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒക്ടോ കോറിൻ്റെ 2.05 GHz ഡ്യുവൽ കോർ പ്രൊസസ്സറാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് Mani G76 MB4 എന്ന ഗ്രാഫിക്സ് കാർഡും അതുപോലെ റാം എന്ന് പറയുന്നത് 4 GB അതുപോലെ റോം എന്ന് പറയുന്നത് 64 GB ആണ്. ഇത് നമുക്ക് 256 GB നമുക്ക് കാർഡിസ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കാർഡ് ഇട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. USB OTG സപ്പോർട്ട് പോലുള്ള എക്സ്റ്റേണൽ സപ്പോർട്ടെല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4300 mAh ഉള്ള ഫ്ലാഷ് ചാർജിങ്, അതും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇൻബിൽട്ടായിട്ട് കിട്ടുന്ന ഈ ഫോണിന് USB Type-C പോർട്ടാണ് ചാർജ് ചെയ്യാനായിട്ട് ഉള്ളത്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കോഡ് സെറ്റപ്പാണ് നമ്മുടെ ക്യാമറ റിയൽമി 6 ലഭിക്കുന്നത്. 64 മെഗാ പിക്സൽ, അതും f1.8 അപ്രൈച്ചറുള്ള 10x ഡിജിറ്റൽ സൂമാണ്. അതും വൈഡ് ആംഗിൾ 78 ഡിഗ്രി വരെ നമുക്ക് വൈഡ് ആംഗിൾ ലഭിക്കുന്നു. 1.7 സെൻസേഴ്സ് റേറ്റുള്ള നമ്മുടെ ISOCELL പ്ലസ് എന്ന സെൻസറാണ് നമ്മുടെ ക്യാമറയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓട്ടോ ഫോക്കസ് അതുപോലെ ഫ്ലാഷ് അതുപോലുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എല്ലാം ഈ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 10xx സൂം ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നുള്ളത് പ്രത്യേകതരം ഒരു കാര്യമാണ്. ഫേസ് ഡിറ്റക്ഷൻ പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഫുൾ HD മാത്രമാണ് സാധിക്കുക. അതും 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം. നമുക്ക് 4K ഇല്ലെന്നുള്ളതും ഒരു പോരായ്മയായിട്ട് കണക്കാക്കാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4K ഇല്ലാത്തതും നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയുള്ള കാര്യമല്ല. സെൽഫി ഭാഗത്തായിട്ട് വരികയാണെങ്കിൽ സിംഗിൾ ക്യാമറയാണ്. അതും 16 മെഗാ പിക്സലിൻ്റെയാണ് സിംഗിൾ ക്യാമറ വരുന്നത്. അത് f2.0 ക്യാമറയാണ്. വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. CMOS എന്ന സെൻസറാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിലെടുത്ത പിക്ചേഴ്സ് അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി കറക്റ്റ് നിങ്ങളുടെ ഫോണിൽ തന്നെ എത്ര ക്ലാരിറ്റിയിലാണ് ഈ ഫോൺ കിട്ടുന്നത്, ഫോണിൻ്റെ ഫോട്ടോസൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കയറി നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റി എല്ലാം അറിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ താഴെ പോയി നോക്കിയോ.
എല്ലാവരും ഫോൺ വാങ്ങിക്കുമ്പോൾ നോക്കുന്ന ഒരു കാര്യമാണ് ഫോണിൻ്റെ സാർ വാല്യൂ, അതായത് റേഡിയേഷനുള്ള ഫോണാണോ എന്ന്. ഇതിന് അത്രയ്ക്ക് നമുക്ക് പേടിയാവേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇതിൻ്റെ സാർ വാല്യൂ വളരെ കുറവാണ്. 1.138 കിലോഗ്രാം മാത്രമാണ് ഇതിൻ്റെ സാർ വാല്യൂ വരുന്നത്. എന്നാൽ ഈ ഫോണിൽ NFC-യുടെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുകയില്ല. നമുക്ക് ഈ ഫോണിൻ്റെ വിലയെപ്പറ്റി നമുക്ക് പ്രൈസിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ ഫോൺ വരുന്നത് 2 വേരിയൻറ്റിലാണ്. 4GB 64GB അതുപോലെ 6GB 128GB നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. ഇനി നമുക്ക് 4GB 64GB വിലയെന്ന് പറയുന്നത് 14,000 രൂപയാണ്. 14,000 റുപ്പീസാണ് നമുക്ക് 4GB 64GB വേരിയൻറ്റിൻ്റെ വിലയെന്ന് പറയുന്നത്. 6GB 128GB വേരിയൻറ്റിൽ നമുക്ക് ലഭിക്കുന്നത് 17,000 രൂപയ്ക്കാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 4GB 64GBയുടെ ആവശ്യമേ വരുന്നുള്ളൂ നമുക്ക്. കാരണം 15,000 രൂപയ്ക്ക് താഴെയാണ് നോക്കുന്നതെങ്കിൽ ഈ ഫോണായിരിക്കും ബെസ്റ്റ്. അതും ബെസ്റ്റ് എവറാണ്. നല്ല ക്യാമറ ക്വാളിറ്റി, നല്ല പെർഫോമൻസ്, ഓവറോൾ നല്ലൊരു പാക്ഡ് ഫോണായിട്ട് നമുക്ക് Realme 6നെ കണക്കാക്കാം. ഇനി നമുക്ക് ഇത് വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6GBയുടെയും അതുപോലെ 4GBയുടെയും പല കളറിൽ വരുന്നുണ്ട് കേട്ടോ. 2 കളറിലാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. ഒന്ന് കോമറ്റ് ബ്ലൂ എന്ന് പറയുന്നതും പിന്നെ ഒന്ന് പേൾ വൈറ്റ് എന്ന് പറയുന്നതും 2 കളർ, വൈറ്റും ബ്ലൂ ആയിട്ട്. ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺറൈസ് ഡിസൈനാണ്. അത് താഴേന്ന് ഇങ്ങനെ ഗ്ലേസിംഗ് ആയിട്ട് തിളങ്ങി പോകുന്ന ഡിസൈനാണ്. പ്ലാസ്റ്റിക് ബിൽഡിനാണ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് ഗ്ലാസ് മെയ്ഡ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒറ്റയടിക്ക് നോക്കിയാൽ ഗ്ലാസ് മെയ്ഡ് തന്നെ പറയാം കേട്ടോ. അത്യാവശ്യം നല്ല കനവും നല്ല വെയിറ്റൊക്കെയുള്ള നല്ലൊരു കിടുക്കൻ ഫോണാണ് നമ്മുടെ Realme 6 എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊണ്ട് ഇനേബിൾ ചെയ്ത് വെച്ചേക്ക്. എന്നാലേ ആ റിവ്യൂ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്ക് കയറി കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഫോണിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ഈ ഫോണിൻ്റെ പ്രൈസിങ് സ്പെക്കൊക്കെ സൂപ്പർ ആണെന്നോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് തീർക്കുക. പുതിയ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന Realme നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ് കേട്ടോ, സാധാരണക്കാരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. അപ്പോൾ ഇതിൽ നിന്നുള്ള ടെക്നോളജി അല്ലെങ്കിൽ വ്ളോഗ് ആയിട്ട് വീണ്ടും കണ്ടുപിടുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ സൈനിങ്.